1986 പുറത്തിറങ്ങിയ മിഴിനീർ പൂക്കൾ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി കരിയർ ആരംഭിച്ച സംവിധായകനാണ് കമൽ. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ കൂടെയെല്ലാം മികച്ച സിനിമകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തന്റെ സിനിമകളിലെ പാട്ടുകൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന സംവിധായകരിൽ ഒരാളാണ് കമൽ. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ഗാനരചയിതാക്കളിൽ ഒരാളായ ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കമൽ. അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യകാലത്ത് എന്റെ എല്ലാ സിനിമകളിലും പാട്ട് എഴുതിയിരുന്നത് കൈതപ്പുറമായിരുന്നു. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന പടത്തിന്റെ സമയത്താണ് ഞാൻ ഗിരീഷിനെ ആദ്യമായി കണ്ടത്. പിന്നീട് ഈ പുഴയും കടന്ന് എന്ന പടത്തിലാണ് ഞാനും ഗിരീഷും ആദ്യമായി ഒന്നിച്ചത്. ആ പടത്തിൽ 5 പാട്ടുകളുണ്ടായിരുന്നു. 5ഉം വലിയ ഹിറ്റായി മാറി. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റായി ചെയ്ത കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തിലും ഗിരീഷ് തന്നെയായിരുന്നു പാട്ടെഴുതിയത്. അടുപ്പിച്ച് 2 പടം ഗിരീഷിന്റെ കൂടെ ചെയ്തപ്പോൾ കൈതപ്പുറത്തിന് എന്നോട് പിണക്കമായി. താൻ ഇപ്പോൾ ഗിരീഷിന്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യൂ എന്ന ലൈനിലായിരുന്നു കൈതപ്പുറത്തിന്. പിന്നീട് ഞാൻ ചെയ്ത പടമായിരുന്നു കൈക്കൊടന്ന നിലാവ്. രഞ്ജിത്തായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. ആ പടത്തിൽ കൈതപ്പുറത്തിനെ കൊണ്ട് മ്യൂസിക്കും ഗിരീഷിനെ കൊണ്ട് പാട്ടുമെഴുത്തും ചെയ്യിച്ചാലോ എന്ന് രഞ്ജിത്തിനോട് ചോദിച്ചു. അത് കേട്ടതും രഞ്ജിത്ത് ചിരിച്ചു. ഈഗോ കണ്ടുപിടിച്ച ആളായിരുന്നു രണ്ടുപേരും. അവരെ ഒരുമിച്ച് ഒരു സിനിമയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആയിരുന്നു, കമൽ പറഞ്ഞു.